നമ്മൾ പലപ്പോഴും ഉടമ്പടിയിൽ പ്രയോഗിക്കുന്നത് അനുഭവ ദൈവശാസ്ത്രമാണ്. ദൈവശാസ്ത്രത്തിൻ്റെ അനുഭവബന്ധിയായിട്ടുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, ബൈബിൾ ശാസ്ത്രങ്ങൾ ഉപയോഗിക്കണം. അതിലേറ്റവും സമ്പൂർണമായ അനുഭവ ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്നത്, അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ടത് അടങ്ങിയിരിക്കുന്നത് ഉടമ്പടി പ്രതീകങ്ങളിലാണ്. ഉടമ്പടിയിൽ ഒത്തിരിയേറെ പ്രതീകങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി അൾത്താറിലേക്ക് വരുമ്പോൾ 2 പ്രതീകങ്ങളെ കാണാം. ഒന്ന് മിനോറ വിളക്കും, രണ്ടാമത്തത് വാഗ്ദാന പേടകവും. വാഗ്ദാന പേടകത്തിൻ്റെ മധ്യത്തിലൂടെ ആ 2 കെറൂബുകൾ, മാലാഖമാരുടെ നടുക്കുള്ള സ്ഥലമാണ് ബൈബിളിലെ കൃപാസനശൂന്യമായ സ്ഥലം. അത് ദൈവത്തിൻ്റെ സ്ഥാനമെന്ന രീതിയിൽ കൃപയുടെ ആസന, ഇരിപ്പിടം, കൃപാസനം എന്ന് പറയും. എന്നിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 25 ഞാൻ കൃപാസനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് സന്ദേശം നൽകും. ഇത് 89 ലഭിച്ച പ്രതീകങ്ങളാണ്. 89 അതിനുശേഷം ദൈവം ആ പ്രതീകങ്ങളുടെ കൂടെ പിന്നീട് ഉടമ്പടി കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഒരു പൂർണ്ണരൂപമാക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതിൻ്റെ ഓരോ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി ആണ് അതിൻ്റെ അകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി നല്ല സ്കീമാണ്. പക്ഷേ മനുഷ്യരുടെ സ്വഭാവമായിട്ട് ഉടമ്പടി യോജിച്ച് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മനുഷ്യരുടെ സ്വഭാവം അറിയാമല്ലോ, എല്ലാ ചിട്ടിയും കയറി എടുക്കും, എന്നിട്ട് 2 ഗഡുക്കൾ അടക്കും, എന്നിട്ട് ആ കാശം കൊണ്ട് തലയാൾ പോവും. അതാണല്ലോ മനുഷ്യരുടെ സ്വഭാവം. എല്ലാ ചിട്ടിയും കയറി പിടിക്കും. ആരെല്ലാം ചിട്ടി തുടങ്ങിയാലും ഒരു ആദ്യത്തെ ഗഡുക്കൾ കൊടുത്ത് ആ കാശും കിട്ടത്തില്ല, ചിട്ടി നമ്മൾ മുഴുവനാക്കുകയില്ല. ഇതാണ് മനുഷ്യരുടെ സ്വഭാവം. ഈ സ്വഭാവം കൊണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. എപ്പോഴും ഓർത്തേക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഓഫീസർ എന്നെ വിളിച്ച്, എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഇന്ന് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട്, അച്ഛനെ അവർക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഓഫീസർ എന്നെ കുറച്ച് സഹായിച്ചിട്ടുള്ളതാണ്. ഞാൻ സാറേ, സാംസ്കാരികം വേറെ, ആധ്യാത്മികം വേറെ. ഇവിടെ വരുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വരുമ്പോൾ ഉടമ്പടി കൈപൊള്ളണ പരിപാടിയാണ് എന്നവർ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. ആദ്യം അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം എന്നിട്ട് ദൈവം ചിന്തിക്കണത് നിങ്ങൾ ഇതിൽ സീരിയസ് ആണോ എന്നറിയാൻ വേണ്ടിയാണ്. കുറേ സീറോ അവേഴ്സ് ഉണ്ടാവും. സീറോ അവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റെസ്പോണ്ടിങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഭയങ്കര ഇപ്പം തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ട് വരുന്ന കാര്യമാണ് ആയിരിക്കാം. പക്ഷേ ദൈവം നിങ്ങളുടെ ഈ പരവേശം കാണുമ്പോൾ തന്നെ ഒന്ന് ചവിട്ടിപ്പിടിക്കും. പക്ഷേ അവ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചവിട്ടിപ്പിടിക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട ഈ ചുമ്മാ എടുത്ത് പരീക്ഷിക്കാൻ വന്ന ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാർ അപ്പം തന്നെ വണ്ടി വിട്ട് പോയിക്കോളൂ. ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്, ഞാനും ഉദ്ദേശിക്കുന്നത് അത് തന്നെ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്വഭാവം അറിയണമല്ലോ. ഞാനിങ്ങനെ എത്രയോ 4 വയസ്സ് മുതൽ കർത്താവിനെ കൂടെ നടക്കുന്നതാണ്. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ബൈബിളിൽ നിന്നും അറിയാൻ പറ്റും, ആയിരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയാൻ പറ്റും, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം ദൈവത്തെ അറിയുക തന്നെയാണ്. അല്ല, നിങ്ങൾക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായി, ഒരു ഈവൻസ് ഉണ്ടായി, അതിൻ്റെ വെളിച്ചത്തിൽ പെട്ടെന്ന് ദൈവത്തെ അറിയാമെന്ന് പറയുന്നത് നടക്കത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ ബൈബിള് വായിക്കണം, ബൈബിള് വ്യാഖ്യാനിച്ച് കേൾക്കണമെന്നൊക്കെ പറയണത്. ബൈബിള് വ്യാഖ്യാനിച്ച് കേൾക്കണത് എന്തിനാണ്? ബൈബിളിലൂടെയാണ് ദൈവം ചരിത്രത്തിലൂടെ ഇടപെട്ടിരിക്കുന്നത്. ദൈവം ഓരോ കാലത്ത് ചരിത്രത്തിലൂടെ ഇടപെട്ടിട്ടുണ്ട്, ഓരോ വിഷയങ്ങൾക്കും. അങ്ങനെ ഇടപെട്ടപ്പോൾ ആ ദൈവത്തിൻ്റെ ഇടപെട്ടുന്ന രീതികൾ, ദൈവത്തിൻ്റെ പെരുമാറ്റ രീതികൾ, ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ നമുക്ക് ഇന്ന വിഷയത്തിൽ ഇന്ന ഉത്തരവായിരിക്കും ദൈവത്തിൻ്റെ ഭാഗത്ത് വരണം നമുക്കറിയാൻ പറ്റും.
അതിപ്പോൾ നിങ്ങൾ ഞാൻ തലക്കൈ വെച്ചിരിക്കുമ്പോൾ ചില ആൾക്കാരോട് അപ്പം തന്നെ മെസ്സേജ് പറഞ്ഞു വിടത്തില്ലേ? ഒക്കെയാണോ? ചിലരോട് പറയും സാക്ഷ്യം പറയാൻ വരണം, ചിലർക്ക് ഡേറ്റ് പറഞ്ഞു കൊടുക്കും, ചിലരോട് ഒന്നും മിണ്ടത്തില്ല. എന്താ കാര്യം? ഒന്നും മിണ്ടാത്തതിൻ്റെ കാരണം എനിക്ക് മെസ്സേജ് കിട്ടാത്തത് കൊണ്ടാണ്. അതേസമയം തന്നെ അപ്പോഴെന്താ വെച്ചാൽ അതുകൊണ്ട് നിങ്ങളുടെ കേസ് നോട്ട് ഓക്കെ ആയിട്ടല്ല. ശരിക്കും നിങ്ങളുടെ നിന്ന് കർത്താവ് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ വിടുന്ന ആൾക്കാരാണ് ഏറ്റവും നല്ല ആൾക്കാർ. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനൊന്നും മിണ്ടാതെ വിടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ദൈവം തൃപ്തനാണ്, പ്രത്യേകിച്ച് മെസ്സേജൊന്നുമില്ല, ആ മരുന്ന് തന്നെ കഴിക്കാൻ പറയും. ആ മരുന്ന് തന്നെ കഴിക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ടാണ് മിണ്ടാതെ പോണത്. ചിലരോട് പറയും നിനക്ക് ഇപ്പോൾ ഞാൻ ഇൻസെൻറ്റീവ് തന്നില്ലെങ്കിൽ നീ ഇതിനാലെ ഉടമ്പടി ഉഴപ്പിപ്പോവും. പക്ഷേ നിൻ്റെ പഴയകാല ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഫയൽ കുഴപ്പമില്ലാത്തതാണ്. നിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് ഫ്ലക്ച്വേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യം ദൈവം ആദ്യമേ തന്നെ ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. എന്താ പ്രൊവിഷൻ? ഉടമ്പടിയുടെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണേ. എന്നുവെച്ചാൽ നമുക്ക് 0 മെറിറ്റ്സിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരു ദൈവതിരുസന്നിധിയിൽ യാതൊരു ക്രെഡിറ്റുമില്ല. എന്നുവെച്ചാൽ നമുക്കൊരു കഴിവില്ല. ദൈവതിരുസന്നിധിയിൽ നമുക്കൊരു ക്ലെയിം പറയാൻ വേണ്ടി, ഒരു അവകാശം പറയാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. കുറച്ച് പാപങ്ങളല്ലെന്നും അല്ലാതെ ഒന്നുമില്ല. പക്ഷെ പാപങ്ങൾ ആണ് ഉള്ളെങ്കിലും അത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് പാപങ്ങൾ ഒരു ക്ലെയിമായിട്ട് വരുന്നുണ്ട്. ബുദ്ധി വേണം. നിങ്ങൾക്ക് പാപം വേറെ ഒന്നും ക്ലെയിമില്ല, പാപങ്ങളെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അതൊരു ക്ലെയിമായിട്ട് അവകാശമായിട്ട് വരും. എന്താ കാര്യം? ബുദ്ധി ഉണ്ടെങ്കിൽ പശ്ചാത്തപിക്കാൻ പറ്റും. ബുദ്ധി ഇല്ലാത്തവരൊരിക്കലും പശ്ചാത്തപിക്കത്തില്ല. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അടി പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ബുദ്ധിയുള്ളവർ മനസ്സിലാകും ദൈവത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്, നമ്മുടേതായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല, ഉള്ളത് ഈ പാപങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വിവേചനം കൊടുത്തിട്ട് അവനോട് പറയും നീ ഈ പാപം വെച്ചുകൊണ്ട് നിന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയും. നിൻ്റെ ഈ പാപ കൂമ്പാരം വെച്ചുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? ഇതിൽ പശ്ചാത്താപത്തിൻ്റെ പ്രാപത്തിൻ്റെ പ്രൊവിഷനുണ്ടെന്ന് പറയും. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞുതരാം. അപ്പോൾ പശ്ചാത്താപം എന്ന് പറയും ഇപ്പം ഈ പാപത്തെക്കുറിച്ചൊന്നും മോങ്ങിക്കളിക്കണമല്ലേ? അത്ര മോങ്ങൽ കുറേ കണ്ടിട്ടുള്ളതാണ് ദൈവം. അതൊന്നും വിലപ്പോകത്തില്ല. മോങ്ങലെന്ന് പറയുമ്പോൾ ഒരു 1.5 മോങ്ങലായിരിക്കണം. എന്താ കാര്യം? ഈ ചാപ്റ്റർ നീ ക്ലോസ് ചെയ്യണമെന്ന് പറയണം. ഈ പാപത്തിൻ്റെ ചാപ്റ്റർ ഞാൻ നിന്നെ അറിഞ്ഞ് നിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാനിത് ക്ലോസ് ചെയ്യണമെന്ന് പറയണം. അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് കർത്താവ് നിന്നെ ബ്ലെസ് ചെയ്യും. കാര്യം എന്ന് കഴിഞ്ഞാൽ നീ പാപത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്നുള്ളത് ദൈവത്തിന് അറിയാം. അതാണ് വിഷയം. അല്ല നാളെ സംഭവിക്കാൻ പോണതല്ല. നാളെ സംഭവിക്കാൻ പോണ ഇന്നെന്ന പോലെ ദൈവത്തിന് അറിയാം. അപ്പം നീ പാപം വെച്ചാണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നിക്ഷേപം ഇറക്കണമെന്ന് വിചാരിച്ചോ? അതിൽ നീ എന്താ പറയാനുള്ളത്? കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? മേലിൽ പാപം ചെയ്യരുത്. അതാണ് പശ്ചാത്താപം എന്നാണ്. വെറുതെ അല്ല, വെറുതെ മോങ്ങിക്കണിക്കണമല്ല. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മേലിൽ പാപം ചെയ്യരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 5:14. യോഹന്നാൻ 5:14. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ആരോടാ ഇത് പറയണത്? ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരോടാ പറയണത്? 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ 5-ാം അധ്യായം. 38 വർഷമായിട്ട് ബെത്സേദ കടവിലെ രോഗിയായി കിടന്നിരുന്ന മനുഷ്യനെ, അവൻ 0 മെറിറ്റിൽ കിടക്കുന്ന ആളാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ
അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതായത് വളരെയേറെ ചിന്തനീയമായ, ഇപ്പം നമുക്കിപ്പോൾ ഈശോ, ഞാനിത് പഠിച്ചു വന്നതല്ല, നോക്കി വന്നതല്ല, എപ്പോഴും ശുശ്രൂഷയുടെ സമയത്ത് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വചനഭാഗമാണ്. ഈ വചനഭാഗത്തു നിന്ന് ആദ്യം കിട്ടിയത് എന്താണ്? ഈ മനുഷ്യനോടാണ് പറയണത്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഈ തളർവാദ രോഗി സുഖപ്പെട്ടു. പക്ഷെ സുഖപ്പെട്ട ആളോട് എന്താ പറഞ്ഞിരിക്കണത്? മേലിൽ പാപം ചെയ്യരുത്. അപ്പം അതിൽ നമുക്ക് എന്ത് മനസ്സിലാകും? 38 വർഷമായിട്ട് ഇവൻ തളർന്നു കിടന്നതിൻ്റെ കാരണം പാപമായിരുന്നു എന്നുള്ളതല്ലേ എൻ്റെ സൂചന? അതല്ലേ പിടിയില്ലേ? ഈ വാദം പിടിച്ച് കിടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഗതി പിടിക്കാതെ ഇങ്ങനെ കിടന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, പാപാവസ്ഥയാണ് ഈ ജീവിതത്തിലുള്ളത്. ചിലപ്പോൾ നിലപാടാകാം, ചിലപ്പോൾ അയാളുടെ തൻപോരിമ മനോഭാവമാകാം. ആരും എനിക്ക് ആവശ്യമില്ല, എനിക്ക് പണമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പാർട്ടിയുണ്ട്, എനിക്ക് ആസ്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബലം പിടിക്കുന്ന ആൾക്കാരില്ലേ, മസിൽ പിടിക്കണ. അങ്ങനെ ഒരു മസിൽ പിടിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ഇയാൾ. ദൈവത്തിന് ആവശ്യമില്ല എന്ന്. അപ്പം അതുകൊണ്ട് എനിക്ക് പള്ളി പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയത്തില്ല. അതുപോലെ എന്തോ ഒരു കക്ഷിയാണ് ഇയാൾ. അപ്പം അതുകൊണ്ട് എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ വന്നപ്പോൾ ഇയാളുടെ കുറേ പാപങ്ങളും കുറേ തളർച്ചയുമൊക്കെ ആയിട്ട് അങ്ങനെ കിടപ്പാണ്. പക്ഷേ ഇയാൾക്കൊരു കാര്യമുണ്ട്, ഇയാൾ ഈ ഹുങ്കെല്ലാം മാറി പുള്ളി പുള്ളി പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ടെന്നൊക്കെയാണ് ചിന്തിച്ചത്. നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ ആളാണ് ഇയാൾ. പണ്ടിങ്ങനെ അല്ലായിരുന്നു, ഇപ്പോഴാണ് ഇയാളിങ്ങനെ ഈ രൂപത്തിൽ പരുവപ്പെട്ടത്. ഇയാൾ പണ്ടിങ്ങനെയല്ല, ഇയാൾക്ക് പലരും ഉണ്ട്. ഇയാളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, വസ്തുവുണ്ട്, സ്വർണ്ണമുണ്ട്, ആസ്തിയുണ്ട്, അതുപോലെ പാർട്ടിയുണ്ട്, പിന്നെ പോലീസിലൊക്കെ നിലപാടുണ്ട്, പിടിപാടുണ്ട്, ഗവൺമെൻറ്റിൽ പിടിപാടുണ്ടോന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ് ഇയാൾ. പക്ഷേ ഇയാൾക്ക് ഇപ്പോഴെന്താ പറ്റിയിരിക്കണത്? ഇപ്പം കരിയുമ്പോൾ വരകാൻ ചില പറയാം, എന്താണോ കരിയുമ്പോൾ വരകാൻ? പഴഞ്ചൊല്ലൊക്കെ മറന്നുപോയാ ആൾക്കാരൊക്കെ പറയും, നാട്ടുകാരെ, അതെ, കരിയുമ്പോൾ വരകാൻ കയ്യിൽ മാത്രമേ ഉണ്ടാകും. നീ കേട്ടിട്ടില്ലല്ലേ? കയ്യിൽ കണ്ടിട്ടുണ്ടോ? ഭാഗ്യം. അപ്പോൾ എന്താ പ്രശ്നം? ഞാൻ കരിയുമ്പോൾ വരകാൻ ശരിക്കും ഞാൻ കയ്യിലും കാണത്തില്ല. ചിലപ്പോൾ കയ്യിലും കരിഞ്ഞു പോകും. കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതാദ്യമേ അംഗീകരിച്ച പ്രശ്നമില്ല അയാൾ. പക്ഷേ ഇയാൾ ഇപ്പോഴാണ് അംഗീകരിക്കുന്നത് നിലപാടിൻ്റെ കണ്ട. അപ്പോൾ എന്താ പറയുന്നത്? വെള്ളം ഇളകുമ്പോൾ, അതായത് ബെത്സൈദ കുളമാണ്. എല്ലാ കാലങ്ങളിലും ഈ കുളത്തിൽ റാഫേൽ മാലാഖ ഇറങ്ങി വെള്ളം കിളക്കണ ഒരു ദിവസമുണ്ട്. അന്ന് ആദ്യം ചാടി വീഴുന്നവനും അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവന്ന് ആരെങ്കിലും ആദ്യം ആ വെള്ളത്തിൽ ഇറക്കുമ്പോൾ അവർ സുഖപ്പെടും. അപ്പം അതാണ് അനുഭവം ജനങ്ങളുടെ. അതുകൊണ്ട് ഈ കുളക്കരെ വന്ന് കിടക്കുകയാണ്. എപ്പോഴെങ്കിലും ആയിട്ട് ദൈവത്തിൻ്റെ ദൂതം വന്ന് വെള്ളം ഇളക്കുമ്പോൾ, പക്ഷേ വെള്ളം ഇളക്കുമ്പോൾ ഇയാളെ പിടിച്ച് തറവാദമല്ലേ, വേറെ വല്ല മുടന്തും കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയല്ല, ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയുമല്ല, ഇയാൾക്ക് തറവാദമാണ്. അപ്പോൾ തറവാദം പിടിച്ച ആൾക്കാർ വെള്ളം ഇളകിയാലും ആ വെള്ളത്തിലേക്ക് ഇറക്കണം. നമ്മുടെ രീതിയിലുള്ള കുളമല്ലത്. കാര്യം ഞാൻ ഈ ബെത്സൈദ കുളത്തിൽ പോയതാണ്, കണ്ടതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ഈ കൃപാസനത്തിൻ്റെ ഇത്രയും തന്നെ വീതി നീളമുണ്ട്. നിങ്ങൾ ഇത്രയും ഇരിക്കുന്ന വീതി നീളമുണ്ട്, ചതുരമുണ്ട്. ഒരു 8 അടിയോളം ചെങ്കല്ല് അറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അവിടെ വെള്ളമില്ല. അത് ജെറുസലേമൊക്കെ ആയിട്ട്
ജോർദാൻ നദിയൊക്കെ ആയിട്ടും അടിയിൽ ടണലിലൂടെ പണ്ട് ബന്ധം ഉണ്ടായിരുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അവിടെ ഒന്നുമില്ല, ഇപ്പോൾ ഉണങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഈ കുളത്തിലേക്കാണ് ഈ മനുഷ്യനെ ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പടി ആരെങ്കിലും ഒരാൾ വേണം. നമുക്കാണെങ്കിൽ നമ്മുടെ കുളങ്ങളൊക്കെ ഇങ്ങനെയല്ലേ കിടക്കുക, ചരിഞ്ഞ് കിടക്കാൻ തീട്ടി വരാം. തീട്ടികളൊന്നും വരത്തില്ല ഇവിടെ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മുഞ്ഞും കുത്തി അഴ വീഴും. ആ രീതിയിലാണ് കിടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇയാളെ പണ്ട് ആരോ ഉണ്ടായിരുന്നു, ഇപ്പോഴ് ഈ വെള്ളം ഇളകും, ഇളകും, ഇപ്പോഴ് കുളത്തിൽ ഇറക്കാൻ പറ്റും, സുഖപ്പെടും. അങ്ങനെ പല പ്രാവശ്യം ട്രൈ കഴിഞ്ഞതാണ്. അവസാനം അവരും അടുത്തിട്ടിട്ടും പോയി, വൈഫ് പോയി. ബൈബിളിൽ ആദ്യം ഡൈവേഴ്സായ ഒരു മനുഷ്യനെ പ്രയാസങ്ങൾ വന്ന ഭർത്താവ് ഇട്ടും പോയ ആദ്യത്തെ ആളാണിത്. ഞാൻ ഈ ഭർത്താവ് പ്രയാസങ്ങൾ വരുമ്പോൾ ഭർത്താവ് ഇട്ടും പോണ ഒത്തിരി സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഇവിടെ വരും, ഇടയ്ക്ക് ആൾക്കാർ വരും. ഇപ്പം ഞാനിങ്ങനെ കുത്തി ചോദിക്കും, നിങ്ങളാണോ പോയത്, അയാളാണോ പോയതെന്നൊക്കെ ചോദിക്കും. എനിക്ക് തലയൊക്കെ വയ്ക്കുമ്പോൾ സംശയം തോന്നും, ഇവർ ഭയങ്കര മോങ്ങി വല്ലാത്ത സെൻറ്റിമെൻ്റ് അടിച്ചായിരിക്കും എന്നോട് പറയണത്. പക്ഷേ തലയൊക്കെ വയ്ക്കുമ്പോൾ എനിക്ക് കള്ളനും വെള്ളിയും പിടി കിട്ടും. ഇവരാണ് ഇൻഡാസെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളല്ലേ ആദ്യം പോയത്, എന്നിട്ട് ഇപ്പം എന്തിനാണ് ഒരുമിക്കണമെന്ന് പറഞ്ഞ് മോങ്ങണത്? ഇപ്പം ഇവർ കാര്യം വെച്ചാൽ അതായത് ഇവർ പണ്ട് ഇതുപോലെ ദാഠ്യം പിടിച്ച് പോയ ആളാണ്. പലരെയും കണ്ടാണ് പോയത്. അപ്പനും അമ്മയും ഉണ്ടായിരുന്നു പോണ കാലത്ത്. അപ്പോൾ നീ ഇങ്ങോട്ട് പോയി, അമ്മ ഉണ്ടല്ലോ, അമ്മയെ സംബന്ധിച്ചിടത്തോളം മരുമകളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടൊന്ന് അടവെക്കും. മരുമകൾ വലിയ വീട്ടിൽ ജിന്നാണെങ്കിൽ അവരെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി മകളെ പിടിച്ച് ഡൈവേഴ്സാക്കി വീട്ടിൽ നിർത്തും അമ്മമാർ. ചില അമ്മമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ വർത്തമാനം കേട്ടിടയ്ക്ക് ഇവർ ചാടി ഭർത്താവിനെ തേച്ചിട്ടും പോരണത്. പോന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ചത്തുപോകില്ല. ദൈവം ഏറ്റവും ഈ ലോകത്ത് വെച്ചിരിക്കുന്ന ഏറ്റവും സുന്ദരമായ സാധനം മരണമാണ്. ഞാൻ വളരെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ ഈ ഭൂമിയിലുള്ള എല്ലാവിധ വിഷയങ്ങൾക്കും പരിഹാരം എന്ന് പറയണത്, അന്തിമ പരിഹാരം എന്താണ്? മരണമാണ്. മരണം ഒരു ക്രിസ്ത്യൻ, ഒരു കർത്താവിൽ, ഈശോയിൽ, ക്രിസ്ത്യൻ എന്നല്ല മതപരമായിട്ട് പറയുകയല്ല, ഈശോയിൽ വിശ്വസിക്കുന്ന എന്തുമാത്രം അക്രൈസ്തവരുണ്ട്. ഇപ്പോൾ ഒരു ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണ്, എല്ലാത്തിൻ്റെ ഒരു പരിഹാരമാണ്, എല്ലാത്തിൻ്റെ ഒരു റിട്ടാലിയേഷനാണ്. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കണതും. നമ്മൾ ഈ ഒരാളെ വെച്ചാണ് ജീവിച്ചിരിക്കുന്നത്, ഒരാളിൻ്റെ വാക്കും പ്രതിയാണ് ജീവിച്ചിരിക്കുന്നത്. ഈ ഒരാളുടെ വാക്കും പ്രതിയാണ് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നത്. ഇയാളിൻ്റെ വാക്കിനെ ഓർത്തിട്ടാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത്, എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ട് വരുന്നു എന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപ്പാടിന്റെ പുസ്തകം 22:12. ഇതാ ഞാൻ വേഗം വരുന്നു. എന്നിട്ട് പറഞ്ഞ ഇതാ ഞാൻ വേഗം വരുന്നു. എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ പ്രക്ഷുബ്ധരാണ്. എന്താണ്? നമ്മളോട് അനീതി കാണിച്ചു, അല്ലേ? അങ്ങനെ പറയുന്നവരുണ്ട്. എന്നോട് അനീതി കാണിച്ചു എന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ട്. ചിലക്ക് എന്നോട് പറയേണ്ട, അച്ഛാ ഞാൻ പള്ളിക്കറുത്തില്ല, എനിക്ക് ജോലി കിട്ടേണ്ടതായിരുന്നു, എനിക്ക് ജോലി തന്നില്ലെന്ന് പറയും, സഭയിൽ നിന്ന് ജോലി കിട്ടിയില്ലെന്ന് പറയും. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കാര്യം. എല്ലാവരും ഒപ്പിച്ച് സഭയ്ക്കും ജീവിക്കാൻ പറ്റത്തില്ല. കുടുംബത്തിൽ പോലും എല്ലാ മക്കളെയും ഒപ്പിച്ച് മാതാപിതാക്കന്മാർക്ക് ജീവിക്കാൻ പറ്റണില്ലല്ലോ. പായ്ക്കണ്ട ഇല്ല. എല്ലാ മക്കളെയും ഒപ്പിച്ച് കുടുംബത്തിലുള്ള അപ്പനും അമ്മക്കും ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ എപ്പോഴായാലും എവിടെ നിന്നായാലും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള കുറേ കേസുകളുണ്ടാവും. പക്ഷേ ഇങ്ങോട്ട് കിട്ടാനുള്ള കേസിലാണ് ഈ വിഷയം സെറ്റ് ചെയ്യണത്. ഇതെന്താ കാര്യം? ഇവർക്കാണ് നമ്മൾ ദൈവം റിട്ടാലിയേറ്റ്, ദൈവത്തിൻ്റെ നീതി, ദൈവം നീതിമാനാണെന്ന് പറയുന്നത് എന്താ കാര്യം? അതായത് ബൈബിള് മനുഷ്യന്മാരെ എല്ലാം പഠിച്ചിട്ട്, അവൻ്റെ ഇഹവും പരവും പഠിച്ചിട്ട്, അവൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും പഠിച്ചിട്ട്, അവൻ്റെ പ്രകൃതി പഠിച്ചിട്ട്, അവൻ്റെ മനസ്സിൻ്റെ ഘടനയും പെരുമാറ്റശീലങ്ങളും അതിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളും എല്ലാം പഠിച്ചിട്ടാണ് ബൈബിള് വിവേചനം നൽകിയിട്ട് നിർദ്ധാരണം നൽകുന്നത്. ചില കാര്യങ്ങൾക്ക് ഇവിടെ വെച്ച് സെറ്റിൽമെൻ്റ് ഇല്ലെന്നാണ്. കറക്റ്റല്ലേ? ചില കാര്യങ്ങൾക്ക് സെറ്റിൽമെൻ്റ് ഇല്ല.
അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവറായിട്ട് വഴക്കിട്ടിട്ട് കാര്യമില്ല. വഴക്കിട്ട് സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നിങ്ങൾ ഓരോരോ കാര്യം നിങ്ങളിപ്പോൾ ഭർത്താവിനോട് പറയും, അല്ലെങ്കിൽ ഭാര്യയോട് പറയും, ഏട്ടോ മനുഷ്യ നിങ്ങൾ പഴയതൊക്കെ മറന്നു പോയല്ലേ, നിങ്ങൾ ഇന്ന അവസ്ഥ കിടന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഈ നാട്ടുകാർ ഈ പറയുന്ന ആൾക്കാർ കേമന്മാരും ഇല്ലായിരുന്നു, അതൊക്കെ പറയും. ഒരു കാര്യമില്ല, മിണ്ടാതിരിക്കണം നല്ലത്. ഇത് കണ്ടുപിടിച്ചാൽ മതി. അവളുടെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്? സമ്മാനത്തെക്കുറിച്ച് ബോധമുണ്ട്. ശ്രദ്ധിക്കടാ. ഹല്ലേലൂയ. ഈശോയുടെ അമ്മ ഈ വിഷയത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് പല വിഷയങ്ങൾക്കും ഈശോയുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും അമ്മ എന്തു ചെയ്യും? ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇഷ്യൂ ഡെവലപ്പ് ചെയ്തെടുക്കത്തില്ല. എന്താ കാര്യം? ഇതിനെല്ലാം അപ്പായുടെ പേരിൽ അന്ന് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. അതിന് തെരുവാർത്താവനായിപ്പോയി. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അത് തന്നെയാണ് ഉടമ്പടി. അതിന്നാണ് ഉടമ്പടി വരണത്. അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് പറയണതും നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന്. അതുകൊണ്ടാണ് നമ്മളിതിന് മരിയൻ ഉടമ്പടി എന്ന് വിളിക്കണത്. എന്താണ്? അമ്മയുടെ നിലപാട്, വിഷയങ്ങളോട് ഒരു മരിയൻ നേച്ചറ്, മരിയൻ പെരുമാറ്റ ശൈലി, ഒരു ജീവിത സമീപനമായി സ്വീകരിക്കുന്നവരാണ് ഉടമ്പടി എടുക്കുന്നവർ. കുറേ വിഷയങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. പല വിഷയങ്ങൾക്ക് ഉത്തരം ചിലതിന് കാത്തിരിക്കേണ്ടി വരും. നമ്മൾ കർത്താവ് കാത്തിരിക്കുക എന്ന വാക്ക് ഒത്തിരി പ്രാവശ്യം ഉപയോഗിച്ചതാണ്. ചില വിഷയങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ധൃതി ഉണ്ടാകരുത്. ദൈവവുമായിട്ടുള്ള റിലേഷൻസിൽ എപ്പോഴും ധൃതി കുറഞ്ഞിരിക്കണം. ധൃതി, പരവേശം, കമ്പാരിസൺ, ഇതെല്ലാം ഉടമ്പടിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങളാണ്. മറ്റുള്ളവരുടെ പാത്രത്തിട്ട് നോക്കി അവർക്കത് കിട്ടി, ഇത് കിട്ടി, ഞാൻ ദൈവത്തോട് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ അവിടെ മുമ്പ് ചെറുതായി, കൊച്ചായി. ഇതിനൊക്കെ ദൈവം അഹങ്കാരികളെന്ന് പറയും. അഹങ്കാരി അത് ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും ഇത് കമ്പാരിസൺ കുറക്കണം. ഒരിക്കലും ഒരു വ്യക്തിയുമായിട്ടും അത് കുറക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളുടെ അസ്ഥിക്ക് പിടിച്ചിരിക്കുന്ന സാധനമാണ് അഹങ്കാരം എന്നുള്ളത്. ഞാൻ ഒത്തിരി അഹങ്കാരിയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ട്. ദൈവം എന്നെങ്കിലും അവർക്കൊരു അഭിഷേകം കൊടുക്കണവരെ അവർ അഹങ്കാരത്തെ തുടരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം ആന്തരിക ബോധ്യമാണ്. എളിമയെന്ന് പറയണത് ഒരു റെഡിമെയ്ഡ്, റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ നമുക്ക് കിട്ടുന്ന സംഭവമല്ല. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു വ്യക്തിയുടെ ആന്തരിക മേഖലകളെ ദൈവം ഏറ്റെടുക്കും. അപ്പോഴാണ് പഴയതെല്ലാം കടന്നു പോണതും പുതിയത് വരണതും പുതിയ മനുഷ്യനാകണതും. ഉടമ്പടി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിലെ നിയോഗമെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഭൗതിക നിയോഗം അതിലുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതുപോലെ തന്നെയുണ്ട് ആധ്യാത്മിക നിയോഗം. സമ്പൂർണ്ണ ഉടമ്പടിയുടെ ഒരു പ്രയോക്താവാകണമെങ്കിൽ ഇപ്പം ആധ്യാത്മിക നിയോഗം കൂടി. ആധ്യാത്മിക നിയോഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് നമ്മളിൽ ശാന്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടിച്ചു തള്ളി കയറി ബലപ്രയോഗം നടക്കത്തില്ല. മറിച്ച് ശാന്തതയുടെ ആത്മാവും അതുപോലെ തന്നെ സംയമനത്തിൻ്റെ ആത്മാവാണ്. അത് വെയിറ്റ് ചെയ്ത് നമ്മൾ പരുവപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് പുറത്ത് നിൽക്കും. അല്ലെങ്കിൽ അതിൻ്റെ പുൾസിങ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരത്തില്ല. പരിശുദ്ധാത്മാവിന് പലതരത്തിലുള്ള ഘടകപ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾക്കായി അനുഭവിക്കണമെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ABCD പ്രൈമറി ആയിട്ടുള്ള ഇടപെടലുകളാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ അനുഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഹൈസ്കൂളിംഗ് ഉണ്ട്, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കോളേജിംഗ് ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ കോളേജിംഗ് ഉണ്ട്, സെക്ഷൻസിങ് വ്യത്യാസമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ സമയവും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ തിരുമനസ്സിനെ സന്തോഷിക്കുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ സമർപ്പിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. സമർപ്പിക്കുമ്പോഴേ സന്തോഷം ഉണ്ടാകും. സന്തോഷം ഉണ്ടാകണം. കാര്യം സമർപ്പിപ്പോൾ ഒരു കുഞ്ഞിനെ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ഇപ്പോൾ നിങ്ങൾ ഗർഭിണിയാണ്, കുഞ്ഞിന് ഹൃദയത്തിന് ഹോളുണ്ടെന്ന് ഡോക്ടർ പറയുന്നു.
ഓട്ടിസം ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ ഒന്നേ ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്ന് നിങ്ങൾ പറയും, ഡോക്ടർ പറയും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കും ടെർമിനേറ്റ് ചെയ്യണോ വേണ്ടിയെന്നോ. അപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ് അനുസരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും. ആ 90% ടെർമിനേറ്റ് ചെയ്യുന്നത് കളയേണ്ടെന്നേക്കെ പറയത്തുള്ളൂ. അപ്പോൾ റിസ്ക് എല്ലാം ആളുടെ എൻ്റെതും നിങ്ങളുടേതും ആകും. കാര്യം എന്നിലൂടെയാണല്ലോ കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കും ആ റിസ്ക് ഉണ്ടാകും. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കാര്യം എന്താണ്, ഇവരുടെ വയറ്റിലെ കുഞ്ഞ് ഓട്ടിസത്തിൻ്റെ കുഞ്ഞാണെന്ന് മെഡിക്കൽ സയൻസ് പറയുകയാണ്. അപ്പം മെഡിക്കൽ സയൻസാണ് അന്തിമ വാക്കെന്ന് ധരിക്കുന്നവർക്ക് ആ മെഡിക്കൽ സയൻസിൻ്റെ ആയിട്ടുള്ള ഫലങ്ങളാണ് ഉള്ളത്. മെഡിക്കൽ സയൻസ് അല്ല അന്തിമ വാക്ക്, കർത്താവിൻ്റെ വചനമാണ് അന്തിമ വാക്കെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ഫലമാണുള്ളത്. അതാണ് ബൈബിളിൻ്റെ ഒരു രീതി. അതാണ് പ്രവാചകനെന്ന് വിളിക്കുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലം. 10:41 മത്തായിയുടെ സുവിശേഷം 10:41 വാക്യം. പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അതായത് പ്രവാചകനെ നീതിമാനായിട്ട് കണക്കാക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കത്തില്ല. അതാ വിഷയം. നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നിങ്ങൾ ദൈവവചനത്തിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ഞാൻ ഇവരുടെ ഹിസ്റ്ററി തിരക്കും. അപ്പം നിങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉടനെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ ദൈവവചനത്തിന് വേണ്ടി നേരത്തെ ജീവിച്ചിട്ടുണ്ടോ? ദൈവവചനത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാവോ? ദൈവവചനത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യമുണ്ടോ? കർത്താവ് ഇങ്ങനൊരു വചനം പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള കഴിവുണ്ടോ? കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഞാൻ പറയും, കീപ് ദ ചൈൽഡ്, കുഞ്ഞിനെ സൂക്ഷിക്കുക. കർത്താവ് ഇതിൻ്റെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഗർഭത്തിൽ വെച്ച് തന്നെ കർത്താവ് ഇതിനെ പരിഹരിച്ചിട്ട് നിനക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ തരും. എന്താണ്? അവൾക്ക് എൻ്റെ കഴിവുണ്ട്. കർത്താവിൻ്റെ വചനം വിശ്വസിക്കാൻ ഒരു കഴിവ് വേണം. ഈ ദിവസങ്ങളിലെ സിമി ജോൺ എന്നും പറഞ്ഞൊരു മോളൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. സിമി ജോണിൻ്റെ കുറേ സാക്ഷ്യങ്ങളുണ്ട്. അതിൽ ഒരു സാക്ഷ്യം എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമി ജോണിന് 6 പ്രാവശ്യം മറ്റേ OETക്ക് തോറ്റ്. 6 പ്രാവശ്യം OETക്ക് തോറ്റെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത തോൽവിയായി. ഇപ്പം 6 പ്രാവശ്യമൊക്കെ തോക്കുമ്പോൾ ഒരു മനുഷ്യൻ ചിലരുടെ കോൺഫിഡൻസ് പോകും, ചിലരുടെ കോൺഫിഡൻസ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഈ നിരാശയുടെ വിഷയം കാണുന്നവർക്ക് കോൺഫിഡൻസ് പോയിക്കൊണ്ടിരിക്കും. അല്ല, ഇത്രയും 6 പ്രാവശ്യം തോറ്റതല്ലേ, അത് തന്നെയാണ് എൻ്റെ ജയം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കർത്താവ് ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്, എന്നെ ഇവിടം വരെ എത്തിച്ചില്ലേ, എൻ്റെ റിസൾട്ടിൽ മാറ്റമുണ്ടല്ലോ, പോസിറ്റീവായിട്ട് ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ 7ാമത്തെ പ്രാവശ്യം ജയിക്കും എന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് തോന്നിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കണം അതിൻ്റെ അകത്ത്. അപ്പോൾ ഉടനെ അവർക്ക് പ്രത്യാശ ഉണ്ടാവും, അവർ സന്തോഷത്തോടെ വന്ന് 7ാം പ്രാവശ്യം എഴുതും. ഈ സിമി ജോണിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുമില്ല, നിരാശയുമില്ല, ജീവിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ, ആശ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവും ചില ആൾക്ക്, ന്യൂട്രൽ കേസ് ഉണ്ടാവും. പ്രത്യാശയുമില്ല, നിരാശയുമില്ല, പിന്നെന്താ ഉള്ളത്? ജീവിക്കണമെന്നുള്ള ആശ. ഞാൻ ഇത്രയും പൈസ ഇതിനത് ഇൻവെസ്റ്റ് ചെയ്തില്ല, 35 രൂപ വേണമല്ലോ OETക്ക് ഒരു പ്രാവശ്യം. അപ്പോൾ അവസാനം വന്നപ്പോൾ ഈ 7ാമത്തെ പരീക്ഷയുടെ സമയം വന്നപ്പോൾ ഇവർക്ക് ജലദോഷം, പനി, തൊണ്ടകാഴ്ച, ചുമ, അതങ്ങനെ ന്യൂമോണിയയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ പോലും പറ്റണില്ല. അപ്പോൾ അവർക്ക് തോന്നി, സിമിജോനെ നോക്കി, പരീക്ഷ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, കാര്യം ക്ഷീണമാണല്ലോ, രോഗമാണല്ലോ, എക്സ്റ്റെൻഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഇതിൻ്റെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു, എനിക്ക് പാടില്ല, ഞാൻ കിടപ്പാണ്, എനിക്ക് 7ാമത്തെ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് തോന്നണില്ല, അപ്പം എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന് പറയും. ഉടനെ അവർ പറയും, എക്സ്റ്റെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല, 14,000 രൂപ എക്സ്ട്രാ കെട്ടിവെക്കാൻ പറയും. 15,000 രൂപ കെട്ടിവെക്കണമല്ലോ. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 14,000 രൂപ എക്സ്ട്രാ കെട്ടിവെക്കാൻ പറയും.
അപ്പം അതോടുകൂടി പറഞ്ഞ് അവൾ ഭയങ്കര പാവപ്പെട്ട പെണ്ണാണ്, അതുകൊണ്ട് അത് പൈസ ഇല്ല. കാര്യം ഇത്രയും എഴുതിയില്ലേ, 35 രൂപ വെച്ച് 6 പ്രാവശ്യം ഓൾറെഡി കൊടുത്തു. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വന്നപ്പോൾ വീണ്ടും ആ 35 കൂടെ വേറെ ഒരു 15 എന്ന് പറയുമ്പോൾ 49,000 രൂപ വരും. അപ്പോൾ ആ പൈസ വീട്ടിലില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യും? കർത്താവിനോട് പറയാം. അപ്പം അവളെ മാതാവിനോട് ഈ 6 പ്രാവശ്യം തോറ്റെങ്കിലും ഇപ്പം ഈ കാലത്ത് പുതിയ കാലം അവസാനമായപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്ത് മാതാവുമായിട്ട് ഒരു ഡയലോഗിങ് കണ്ടീഷനിലൊക്കെ ആയിട്ടുണ്ട് ആൾ. അപ്പോൾ മാതാവിനോട് പറയും, അമ്മേ കാശില്ലല്ലോ, എനിക്ക് എഴുതാനും പറ്റത്തില്ല, എനിക്ക് കാശ്. ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് സെൽഫ് ഡയലോഗ് ഭയങ്കരമായിട്ട്. ഉടമ്പടിയുടെ ഒരു ഗുണം അതാണ്. ബയലാട്ടർ ഉടമ്പടിയല്ലേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയലാട്ടർ എഗ്രിമെൻ്റ് അല്ലേ. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലല്ലേ. അപ്പോൾ ഉടമ്പടി വിഷയത്തിന് മേൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അമ്മയോട് സംസാരിക്കാം. ഒരു ഗ്രൗണ്ടുണ്ട്, ഗ്രിപ്പുണ്ട്. ആ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. ദൈവസ്നേഹമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര സൂപ്പറാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഉടമ്പടി പ്രകാരം ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഉടമ്പടി പ്രകാരം അവർ ഉപവി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കഴിവില്ല, കപ്പാസിറ്റി ഇല്ല, മെരിറ്റില്ല. പക്ഷേ ഇപ്പം എന്നാ പറ്റി? പണ്ടേ മെരിറ്റില്ല, ഇപ്പം രോഗിയുമായി. അപ്പോൾ അവർക്ക് എഴുതാനും പറ്റുന്നില്ല. അമ്മയോട് ചോദിക്കും, അമ്മേ എനിക്ക് എഴുതാൻ പറ്റത്തില്ല, അതിനുള്ള ആവതില്ല, പക്ഷേ പൈസ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റത്തില്ല, കാലണക്ക വീട്ടിലില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. ഞാൻ എന്ത് ചെയ്യും കേടാ. അപ്പം അതായത് ഇവൾ ഉടമ്പടിയിൽ ഉള്ളത് കൊണ്ടും ഉടമ്പടി അവൾ സത്യമായിട്ട് ഉടമ്പടി പാലിക്കുന്നത് കൊണ്ടും അവൾക്ക് കമ്മ്യൂണിക്കബിളാണ്, ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് ഒന്ന് കമ്മ്യൂണിക്കേഷനാണ്, ഡയലോഗാണ്. ദൈവമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അമ്മ അവളോട് പറഞ്ഞു, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. ഞാൻ പറയണ പോലെ പറഞ്ഞു, നീ വേദന എടുത്ത് നോക്കാൻ പറഞ്ഞു. നീ എന്ത് ചെയ്യുക? എൻ്റെ 14,000 രൂപ എക്സ്ട്രാ അടക്കാനില്ല, പരീക്ഷ എഴുതാനുള്ള ആരോഗ്യമില്ല, ബോലക്കേടായിട്ട് കിടക്കുകയാണ്, ശ്വാസം മുട്ടിയിരിക്കുകയാണ്, സംസാരിക്കാൻ പറ്റണില്ല, ശബ്ദം പുറത്തു വരുന്നില്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സ്പീക്കിംഗ് ഉണ്ടല്ല. അപ്പോൾ ഇവിടെ തൊണ്ടയ്ക്ക് നീര് കെട്ടിയിട്ട് മിണ്ടാൻ പറ്റാത്ത ആൾ എന്ത് സ്പീക്ക് ചെയ്യാനാണ്? അപ്പോൾ അത് നടക്കാത്ത കൊണ്ടാണ് ഇവൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയണത്. അപ്പോൾ അമ്മയോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയും, വചനമെടുത്ത് നോക്കാൻ പറയും. വചനമെടുത്ത് നോക്കിയപ്പോൾ വചനമെടുത്ത് തുറക്കുകയും ഇവൾക്ക് കിട്ടിയത് ഐസയ 58:11 കിട്ടും. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശയ്യ 58:11. 58:11 യേശയ്യ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. പറഞ്ഞ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. അതാണ് സംഭവം. ഇവക്ക് പാടില്ല, കാശില്ല, സംസാരിക്കാൻ പറ്റണില്ല, രോഗമാണ്, കിടപ്പിലാണ്. ഇവളെ പിടിച്ച് നയിക്കേണ്ടി വരും ഇനി. അപ്പോൾ എന്താ അമ്മ പറയണത്? കർത്താവ് നിന്നെ പറഞ്ഞ് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. മരുഭൂമി എന്ന് പറഞ്ഞാൽ നോബഡി, തണലിൽ ഒരു മരം പോലും ഇല്ല. അപ്പോഴങ്ങനെയുള്ള സ്ഥലത്ത് മരുഭൂമി വിജനമായൊരു സ്ഥലമാണ്, ആരും സഹായിക്കുന്നില്ല. അപ്പോൾ മരുഭൂമിയിലും വിജനമായ സ്ഥലത്തും എന്താണ്? നിനക്ക് സമൃദ്ധി നൽകും. അതെ, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ഇത് വചനം കേൾക്കുമ്പോഴേ ഈ സിമി ജോണിന് പ്രത്യേകിച്ച് അനോയിൻറ്റഡ് ആവും, പെട്ടെന്ന് അനോയിൻറ്റഡ് ആവും. അതാണ് ഈ വചനത്തിന് ഈ റീഡിങ് അനോയിൻമെൻ്റ് എന്ന സംഭവമുണ്ട്. നിങ്ങൾ ചുമ്മാ പേപ്പർ വായിക്കണ പോലെയും മണക്കുമാസ പുസ്തകം വായിക്കണ പോലെയും വചനം വായിച്ചിട്ടാണ് റീഡിങ് അനോയിൻമെൻ്റ് എന്ന് പറഞ്ഞൊരു പവർ. കാര്യം ഇത് ഹൈ ടെമ്പർ ഹോളി സ്പിരിറ്റിലാണ് വചനം എഴുതിയിരിക്കുന്നത്. ഇതിൽ വായിക്കുമ്പോൾ തന്നെ ആ നമ്മുടെ ഫോർമാറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഫോർമാറ്റ് കറക്റ്റാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? ഇത് വായിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പവർ നമ്മളിലേക്ക് അടിക്കും. ഇപ്പോൾ സിമി ജോൺ പറയണത്, ഇത്രയും കേട്ടപ്പോൾ ഞാൻ ഓക്കെ ആയി, പെട്ടെന്ന് കണ്ടിച്ചാൽ ഞാൻ എഴുതുമെന്ന് പറഞ്ഞു. അതാണ് വിഷയം. തീരുമാനം ആരുമില്ല, ഒരു അച്ഛനും ഇല്ല, കൗൺസിലറും ഇല്ല, ആരുമില്ല, കർത്താവ് അവളും മാത്രമേ ഉള്ളൂ. എന്താ ഇത്രയും കേട്ടപ്പോൾ? എന്താണ്? മരുഭൂമിയിൽ ഞാൻ നിന്നെ സന്ധിക്കും. പിന്നെ എന്തൊക്കെയാണ് പറയണത്? കുറേ കാര്യം പറയുന്നുണ്ട്. എന്താണ്?
വായിച്ചോളൂ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ഇനി നിന്നെ പരീക്ഷ വരെ നിനക്ക് പാടില്ലല്ലോ, നിന്റെ മെറിറ്റ് എല്ലാം പോയി. സംസാരിക്കാൻ സ്പീക്കിങ്ങിനുള്ള ആളിന് സംസാരിക്കാൻ പോയി പറ്റണില്ല. അപ്പോൾ ആ ഒരവസ്ഥയായി. പിന്നെ എന്താണ് ഇനി നയിക്കണത്? ആരായിരിക്കും? കർത്താവ് നിന്നെ പറഞ്ഞേ, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും ഉടമ്പടി എടുത്ത് ഉറങ്ങി ജീവിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളൊന്ന് ഉണരണം. നിങ്ങളെ കൊണ്ടുവന്ന് ഇടിച്ചു തല്ലി കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്ന സംഭവമല്ല. ഉടമ്പടി ജീവിത ഫോർമാറ്റിലേക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾ ഉടമ്പടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവം ആരാണെന്ന് നിങ്ങളറിയും. ഇപ്പോൾ ഇവരോട് എന്താ പറഞ്ഞിരിക്കണത്? ഇനി നീ പോകുന്നത് നിൻ്റെ എക്സ്പെൻസിലല്ല, എൻ്റെ എക്സ്പെൻസിലാണ്. നിന്നെ കൈപിടിച്ച് ഞാൻ നിരന്തരം നയിക്കും. നിന്നെ കൈപിടിച്ച് ഞാൻ നിരന്തരം നയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജയിച്ച് തിരിച്ച് ജോലി കിട്ടുന്നവരെ ഞാൻ നിന്നെ നയിച്ചുകൊണ്ട്. നിരന്തരം എന്ന് പറഞ്ഞിരിക്കണതേ ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു കൂറ് വഴി നടത്തൽ നിങ്ങൾക്ക് അവകാശമാക്കാനുള്ള യോഗ്യതയുണ്ട്. പക്ഷെ അവകാശമാക്കാനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ടെക്നിക്കലായിട്ട് ഗിമ്മിക്കുകൾ കാണിച്ചാലും ദൈവം വഴിപ്പെടത്തില്ല. എന്നാൽ പത്രം കൊടുക്കണം. ശരി, പത്രം കൊടുത്തേക്കാം. എത്ര എണ്ണം ഉണ്ട്? 18. 18 പേർക്ക് കൊടുക്കുക. തീർന്ന്. പിന്നെന്താ പറഞ്ഞ അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞ കാരുണ്യം പറഞ്ഞു. ശരി, ഇത് വർക്കൗട്ട് ചെയ്തില്ല. മര്യാദയ്ക്ക് ദൈവത്തോടാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കണത്. ദൈവം എന്നെ തൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഞാനിനി എൻ്റെ ജീവിതകാലം ദൈവത്തിന് ഒപ്പിച്ച് ജീവിക്കും എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണം. കാര്യം ഉടമ്പടി ബന്ധമല്ലേ. അല്ലാതെ നീ വിചാരിക്കണത്, നീ ഇപ്പം തന്നെ പറയണത് പാസ്സാകണ വരെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ജോലി കിട്ടണ വരെ എന്നൊക്കെ നിൻ്റെ മനസ്സിലുണ്ടാകും. നിന്നെ തോൽപ്പിക്കണത് നിൻ്റെ ഉള്ളിലുള്ള നീ തന്നെയാണ്. കാര്യം നിൻ്റെ മനസ്സിലുള്ളതെല്ലാം ദൈവത്തിന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നീ വിചാരിക്കണത് എന്താണ്? ഉടമ്പടിയില്ലേ, കുഴപ്പമില്ല, 90 ദിവസം നോക്കിയാൽ മതിയല്ല. 90 ദിവസം നോക്കിയാൽ മതിയല്ല. നീ എന്ത് നോക്കാൻ പോവുകയാണ്? നീ ഏതാണ്ട് ദൈവത്തിന് ഏതാണ്ട് വലിയ ഔദാര്യം ചെയ്യാൻ പോവുകയാണ്. എന്താണ്? തിന്മ പ്രവർത്തിക്കാതെ ഇരുന്നോളാം ദൈവത്തിന് വേണ്ടി. എന്തോ നീ തിന്മ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ദൈവം ഉണ്ടാകത്തില്ല. അപ്പോൾ നീ ഇങ്ങനെ വെച്ച് നിൻ്റെ പാപം വെച്ച് ദൈവമായിട്ട് വിലപേശരുത്. മറിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള സ്വതസിദ്ധമായ ഒരു പരിശ്രമം നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. സ്വതസിദ്ധമായ പ്രവർത്തനം. എന്താ വിഷയം എന്ന് പറയുമ്പോൾ ഇത് എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് മെറിറ്റിൽ ജീവിക്കണതും രണ്ടാമത് ഗ്രേസിൽ. 2 തരം ലോകത്ത് മനുഷ്യരാണ് ഉള്ളത്. ഒന്നെന്താണ്? ഒന്ന് മെറിറ്റിൽ ജീവിക്കുന്നവരുണ്ട്, രണ്ടാമത്തത് ഗ്രേസിൽ ജീവിക്കണത്. മെറിറ്റിൽ ജീവിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യം, അവരുടെ കഴിവ്, അവരുടെ ഗുണ്ടായിസം, അവരുടെ വൃത്തികെട്ട കൂട്ടുകൾ, അവരുടെ കഞ്ചാവ് സെറ്റുകൾ, അവരുടെ ഊളക്കൂട്ടുകെട്ടുകൾ, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ, അങ്ങനെയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് മെറിറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മറ്റൊന്ന് പറയണത് നമ്മൾ പരമാവധി പാപം ഒഴിവാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചും ചില ക്ഷമിക്കപ്പെടാണ്ടാത്ത കാര്യമില്ലാത്ത സ്ഥലത്ത് പോലും നമ്മൾ ദൈവത്തിന് വേണ്ടി തോറ്റുകൊടുത്തും അതിൻ്റെ പേരിൽ സമാധാനം ഉണ്ടാക്കിയും നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്ന വേറൊരു ജീവിതമുണ്ട്. ബൈബിൾ പ്രിഫർ ചെയ്യണത് ആ ഒരു ജീവിതമാണ്. ബൈബിൾ പ്രിഫർ ചെയ്യണത്. ഇപ്പോൾ സിമി ജോൺ എന്താണ്? സിമി ജോണിൻ്റെ മെറിറ്റ് എല്ലാം പോയിരിക്കുകയാണ്. ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർ പറയും മരുന്ന്, ഇപ്പം ചില പരുവിനൊക്കെ നമ്മൾ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റണത്? പെട്ടെന്ന് പഴുത്തിട്ടുള്ള പഴുപ്പെല്ലാം ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ ഡോക്ടറിനോട് പറയും, ഡോക്ടറെ മരുന്ന് കഴിച്ചിട്ട് പഴുക്കണി ചെയ്ത് പൊറുക്കാൻ വേണ്ടി കഴിച്ചതാണ്, പക്ഷേ പഴുക്കണി ചെയ്തെന്ന് പറയും. ഡോക്ടർ മൈൻഡ് ചെയ്യത്തില്ല. എന്താ കാര്യം? അത് പഴുക്കാനുള്ളതാണ്. പഴുത്ത് കഴിഞ്ഞിട്ട് പഴുപ്പ് പോയിട്ടാണ് പിന്നെ പൊറുക്കണത്. അതുപോലെ ഉടമ്പടിയിൽ ആദ്യം ഉടമ്പടി പിടിച്ച് ഉടമ്പടി പിടിക്കാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റും. എന്താണ്? ഉള്ള മെരിറ്റ് കൂടി പോകും. ഇപ്പം സിമിക്ക് എങ്ങനെയല്ല സംഭവിച്ചത്? സിമി 6 പരീക്ഷ ഉടമ്പടി എടുക്കാതെ 6 പരീക്ഷ എഴുതിയിട്ട് ഒരു പ്രശ്നമില്ലാഞ്ഞില്ല. അവൾ എടുത്തു, ഒറ്റന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവൾക്ക് ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലാഞ്ഞ്, സ്പീക്കിങ്ങിന് കുഴപ്പമൊന്നുമില്ലാഞ്ഞ്, മര്യാദയ്ക്ക് സംസാരിച്ചത്. ഇപ്പം എന്നാ പറ്റി? ഉടമ്പടി എടുക്കണ മുമ്പ് തൊണ്ടക്ക് കുഴപ്പമില്ലാഞ്ഞ്, ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ പറ്റി? ഉള്ള തൊണ്ടയും കൂടി പോയി. കണ്ടാ? നമ്മളത് മനസ്സിലാക്കണം. ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്.
ഇതൊക്കെ പറഞ്ഞു തരാനാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ആദ്യ ചൊവ്വാഴ്ച ധ്യാനം നിങ്ങൾ കൂടണമെന്ന് പറയേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ചില സമയത്ത് ഉള്ള മെറിറ്റ് കൂടി പോകും. ഇപ്പം നിങ്ങൾ കുടിയനായ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അയാൾ വേറെ സ്ത്രീകളുമായിട്ടൊക്കെ കുറച്ച് ചങ്ങാത്തമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അത് ചിലപ്പോൾ കൂടിയെന്ന് വരും പെട്ടെന്ന്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ ഉടനെ വിറച്ച് തല്ലി പ്രാർത്ഥന നിർത്തി നിലവിളിയും കൂട്ടി ഉള്ള തിരിയും കൂടി ഊതിക്കെടുത്തി നിങ്ങളിങ്ങനെ തേരട്ട പോലെ ചിരണ്ട് കിടക്കും. ഇങ്ങനെയുള്ള അലപരാധികൾ ഉടമ്പടി എടുക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം ഒന്നാമത് ദൈവത്തിൻ്റെ മുമ്പിൽ വരാനുള്ള യാതൊരു സെൻസ് നിങ്ങൾക്കില്ല. ദൈവദിവസത്തിന് വരുമ്പോൾ ആദ്യം നിൽക്കാൻ പഠിക്കണം. ഒന്ന്, ഈ വിഷയം ചിലപ്പോൾ കുറച്ചുകൂടി മൂർച്ഛിക്കും. എന്താണ്? ഉള്ള മെറിറ്റ് കൂടി പോവും. ഉടമ്പടി വർക്ക് ചെയ്യണം എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റിലെന്ന് ആദ്യമേ പറയണില്ലേ ഞാൻ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ലെന്ന് പറയണില്ലേ നിങ്ങളെ? അപ്പോൾ ഞാൻ ഇപ്പോൾ സംശയ രോഗമുള്ള ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ വേറെ സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള അല്ലെങ്കിൽ കെയർലെസ് ആയിട്ടുള്ള ബിഹേവിയറുള്ള ഭാര്യയാണെങ്കിൽ, ഭർത്താക്കന്മാർ കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിലും ചില ഭാര്യമാർ ഇട്ടു പോയാലും ഞാൻ പറയും ഇനി ആരെയും വിടണ്ട കേട്ടോ എന്ന് പറയും. ഇനി ആരെയും, ഇപ്പോൾ അവളെ പെണ്ണും പഴമുള്ള വഴക്കിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ അയാളോട് പറയണത്? ഇനി ആരെയും മധ്യസ്ഥത്തിന് വിടണ്ടെന്ന് പറയും. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റിലല്ലേ ഉടമ്പടി വർക്ക് ചെയ്യണത്. ഉടമ്പടി ഉപദേശം ഉണ്ടല്ലോ. അവരെന്താ പറയണത്? ഇനി ആരെയും മധ്യസ്ഥന് വിടണ്ട. കാര്യം എൻ്റെ അനുഭവത്തിലുണ്ട്, മധ്യസ്ഥൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവും കൂടി പിരിഞ്ഞ് അവസാനം ഭർത്താവിൻ്റെ കൂട്ടുകാരൻ ഇവരുടെ അടുത്ത് മധ്യസ്ഥനായിട്ട് പോവുകയാണ്. മധ്യസ്ഥനായിട്ട് അപ്പം ഞാൻ ഈ ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, അയാൾ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരനോട് ചെന്ന് അവളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ച്, അവൻ്റെ പേര് തോമസ് എന്നല്ലേ? അച്ഛനെ എങ്ങനെ അറിയാം? അച്ഛനെ എങ്ങനെ അറിയാമോ? ഞാൻ പറഞ്ഞ് അവൻ മിക്കവാറും അവളെ കെട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം എന്നറിയാമോ? ഈ ആളിൻ്റെ കൈ എൻ്റെ ബൈബിളിൽ വെച്ചിട്ട് പുറത്ത് കൈ വെച്ചപ്പോൾ ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച ഒരു തോമസ് സാറിനെ കണ്ട്, എൻ്റെ PO തോമസ്, എന്നെ സൈക്കോളജി പഠിപ്പിച്ചാണ് കോളേജിൽ. PO തോമസിനെ കണ്ട്. അപ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഈ ദർശനത്തെ കൂളിംഗ് ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ അവൻ കള്ളനാണെന്ന് എൻ്റെ അർത്ഥം. PO തോമസ് കള്ളനല്ല. ദർശനത്തെ കൂളിംഗ് ഗ്ലാസ് മര്യാദയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഉണ്ടാക്കുമ്പോൾ അവൻ എന്തോ ഒരു ജാടയുണ്ടെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞ്, അതാണ് ഈ തോമസിനെ, എനിക്ക് ഇയാളെ വിട്ട ആളെ എനിക്ക് അറിയത്തില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ലേ? ഈ ആൾ ഭാര്യയെടുത്ത് കോംപ്രമൈസ് ചെയ്ത് വിട്ട ആളിൻ്റെ പേര് തോമസ് ആണെന്ന് എനിക്കറിയത്തില്ല. അത് തോമസ് ആണെന്ന് കർത്താവിന് എന്നെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലാകുന്ന തോമസിനെ ദർശനത്തിൽ അവതരിപ്പിക്കുകയാണ്. ദൈവം എന്ത് രസമാണെന്നറിയാം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണത്. എന്നിട്ട് ഈ തോമസ് ഫേക്കാണെന്ന് പറയാൻ വേണ്ടിയാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, മിക്കവാറും അവനെ വളക്കെട്ടാൻ സാധ്യതയുണ്ട്, നീ നേരിട്ട് പോണതായിരിക്കും നല്ലത്. ഇതാണ് ദർശനത്തിൻ്റെ പ്രത്യേകത. ഇത് 97 ചരിത്രമാണ്. ഞാൻ ആളെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, നിനക്കറിയാമല്ലോ, അതെൻ്റെ ഒരു സീക്രട്ട് അല്ലേ. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ എല്ലാ വിഷയങ്ങൾക്കും ദൈവികമായ ഇടപെടലുകളുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഞാൻ ഇവരോട് പറയും, ഇത് ഉടമ്പടി ഫോർമാറ്റ് വരുമ്പോൾ ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. അഥവാ നമ്മളുടെ മധ്യസ്ഥനെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ വിശുദ്ധിയുള്ള ആളും പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആളായിരിക്കണം. കാര്യം എന്താണ്? ഈ മധ്യസ്ഥന് 3 ആത്മാവ് പ്രവർത്തിക്കാമല്ലോ, ദൈവാത്മാവ്, ദുഷ്ടാത്മാവ്, ലോകാത്മാവ്. ആളെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ അങ്കിളാണെന്നൊരു കാര്യമില്ലേ, ഭയങ്കര കോഴിയായിരിക്കും പറ്റുന്ന പാർട്ടി. ഇയാളാണ് ചെല്ലണമെന്നുണ്ടെങ്കിൽ പണി കിട്ടും നമുക്ക്. അപ്പോൾ ബന്ധം സ്വന്തം അല്ല പ്രശ്നം, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരാളായിരിക്കണം മധ്യസ്ഥനായിട്ട് വരേണ്ടത് എപ്പോഴും. അല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരൂപി പ്രവർത്തിക്കും, ലോകാരൂപി പ്രവർത്തിക്കും, ദൈവാരൂപി പ്രവർത്തിക്കത്തില്ല, മാറി നിൽക്കും. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഈ മധ്യസ്ഥമായി ഈ വിഷയം വരുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം, ഹല്ലേലൂയ. വിഷയം ഭാരചുരുക്കം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രസൻസ് ഫീൽ ചെയ്യും, സാന്നിധ്യം ഉണ്ടാവും.
അവന് ടൈം ഷോർട്ടനിങ് സംഭവിക്കും, സമയച്ചുരുക്കം ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ മെയിനുള്ള സംഭവം എന്താ? നോട്ട് ബൈ മെറിറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയെന്നുള്ളത്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യണം? ഉടമ്പടിയുടെ ട്രീറ്റ്മെൻറ്റ് എന്താ? കഴിവ് കുറച്ചിട്ട് കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പുതിയ ടോണിക്ക് കഴിച്ചുകൊണ്ടിരിക്കും. പിടിയിട്ടില്ലേ? ഇവിടെ ചെയ്യണത് അതാണ്. കഴിവ് കുറക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ, സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങൾ, ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ കഴിവില്ലേ അത് കുറച്ചിട്ട് ദൈവത്തിൻ്റെ കഴിവ് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ റീഫോർമാറ്റ് ചെയ്യണതാണ് ഉടമ്പടി കൗൺസിലിങ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ സെക്കൻഡ് കൊണ്ട് തീരും പരിപാടി. ആൾക്കാരെ വരുമ്പോൾ ജസ്റ്റ് പറഞ്ഞ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വിവേചനമൊക്കെ ആവും. അപ്പോൾ തന്നെ ചിലപ്പോൾ റെഡിമെയ്ഡ് ആൻസർ പറയും, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. കാര്യം എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കണത്. അല്ല മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഇരിക്കുന്ന രീതിയല്ല ഇത്. അതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ കാര്യങ്ങളെല്ലാം മാറും ചിലപ്പോൾ. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പൊതു ഫോർമാറ്റ് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറിറ്റിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ ഗ്രേസിനെ കുറിച്ചാണ്. ഇത് ആഡ് ചെയ്യാൻ വേണ്ടി പുതിയ വിഷയങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപയുണ്ടാകാം. ചിലപ്പോൾ ചിലർക്ക് ക്ഷമിച്ച് കൊടുക്കും, ചിലർ സമാധാനത്തിലേക്ക് കൊണ്ടുവരും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരെ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. ഇല്ലേ? കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട വിഷയം എന്താണ്? സമാധാനം സ്ഥാപിക്കുകയാണ്. പക്ഷേ കുടുംബത്തിൽ വരണ എപ്പോഴും നടക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? കുടുംബത്തിൽ ഇപ്പോൾ 5 പേരുള്ള വീടാണെങ്കിൽ തന്നെ മിക്കവാറും അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാകും. അമ്മയും മക്കളും, ഒരു മകളും ഒരു ഗ്രൂപ്പ്, അപ്പനും മകനും അമ്മയും തമ്മിലൊരു ഗ്രൂപ്പും, ഇളയ മകളും ഗ്രൂപ്പ്, അപ്പനും മൂത്ത മകളും അതിൻ്റെ നടുവത്തെ ഒരു ഗ്രൂപ്പ്, അമ്മാമ്മ ഈ കൂട്ടത്തിൽ കൂടും. ഇങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഇക്വിലിബ്രിയം, അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ബാലൻസ് സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടിരിക്കുന്ന അപ്പനോ അമ്മയോ പറയുന്ന, മകളോ പറയുന്ന കാര്യം തെറ്റാണെങ്കിലും നിങ്ങൾ ചാരിക്കൊടുക്കും. എന്താ കാര്യം? നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളല്ലേ, ഗ്രൂപ്പ് ഇരുന്ന് ചാടി അപ്പുറത്ത് പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ലോകാരൂപിനെയാണ് എടുക്കുന്നത് അല്ലേ? അപ്പം ദൈവത്തെ നമ്മൾ പുറത്താക്കും. ഈ ദൈവത്തെ പുറത്താക്കിക്കൊണ്ടാണ് നിങ്ങൾ കുടുംബത്തിലെ സമവാക്യം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോഴും സൂക്ഷിക്കണം. ആരൊക്കെ ഓരോരുത്തരെങ്കിലും ചാരുമ്പോഴേ അവർ കാണിക്കുന്ന പോക്കരുത്തരത്തിന് നിങ്ങൾ ഹല്ലേലൂയ പറയുന്നില്ലേ? അതോടുകൂടി നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്താണ്? ഞാൻ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതാണ്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാടെടുത്താലും നമുക്ക് വേണ്ടി നാളെ ഇന്നലെ കാലങ്ങളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തതായിട്ടുള്ളതാണ്. നീ ഇപ്പം വിശുദ്ധിയാണ്, നീ പുണ്യാളത്തിയാണ്, എന്നാൽ പള്ളിയിൽ പോയി ഇടവകൊക്കെ കയറി ആ രൂപക്കുണ്ടിനകത്ത് കയറി ഇരുന്നോന്ന് പറയും, നിനക്ക് ആവശ്യമില്ലെന്ന് പറയും, നമ്മളെ ഒഴിവാക്കി കളയും. വീട്ടിൽ നമ്മളെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് നമ്മുടെ ഗ്രൂപ്പിന് തോന്നിയാൽ അവർ ന്യൂട്രലായിട്ട് ഒഴിവാക്കി കളയും. സ്ഥലത്ത് കിട്ടുന്ന സ്ഥലത്ത് എല്ലാം വെച്ച് പാര വയ്ക്കുകയും ചെയ്യും. നമ്മളെ വേണേ ചോറ് വരെ എടുത്ത് കഴിച്ചു കളയവർ നമ്മൾ താമസിച്ചാൽ. അയ്യോ ഞാനോർത്ത് നീ അവിടെ നിന്ന് കഴിക്കുമെന്ന് ഓർത്ത് എന്ന് വിചാരിക്കും. പോരെ? അപ്പം നമുക്ക് നീരസം അരിശം ഉണ്ടാകണം. പക്ഷേ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ഇപ്പം അതൊക്കെ കർത്താവിൻ്റെ വചനം പറഞ്ഞാലേ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ നിൻ്റെ ചോറെടുത്ത് അവർ കഴിച്ച് ന്യൂട്രൽ കഴിച്ചാൽ നിന്നെ പട്ടിണിക്കിടാൻ തന്നെ കരുതി കുട്ടിച്ചത് പരിപാടിയാണത്. നിനക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന പാരയാണ്. അപ്പോൾ നീ എന്താ വിചാരിക്കണം? അപ്പോൾ നീ പറയും സാരമില്ല, ഏത് പട്ടിക്കൊരു ദിവസം ഉണ്ടല്ലോ, നിനക്കിട്ട് ഞാൻ പഴി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. എന്നാ ഇത് പറഞ്ഞാൽ ഉടമ്പടി നിലനിൽക്കത്തില്ല. കാര്യം സ്പിരിറ്റ് വേറെയാണ്. ഉപയോഗിക്കുന്ന സ്പിരിറ്റ് എന്താണ്? ലോകാരൂപിയാണ്. ഈ ലോകാരൂപിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉടമ്പടിക്കാലത്ത് പുതിയ കാര്യങ്ങളുണ്ടാകും. ഇതിനോടാണ് ഈ മൗനം പാലിക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതിനോട് മൗനം പാലിക്കണം. എന്താണ്? അമ്മ ഹൃദയത്തിൽ സംസാരിച്ച് പോയാൽ നമുക്ക് ഈ വിഷയത്തിൽ സംസാരിച്ചാൽ മാനുഷികമായി പോകും. മാനുഷികമായാൽ അത് മിക്കവാറും ദൈവത്തിൻ്റെ അരുവിക്ക് എതിരാകും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? മിണ്ടത്തില്ലെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് പോരാക്കരുത്. ഹൃദയത്തിൽ 2 തരത്തിൽ സംഗ്രഹിക്കാം. ദൈവഹിതം നിറവേറട്ടെ, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് മാതാവ് സംഗ്രഹിച്ചത്. നിങ്ങൾ വിചാരിക്കണത് എന്താണ്? ഏത് പട്ടിക്ക് ഒരു ദിവസം എൻ്റെ പുളിച്ചയും പൂക്കും എന്നും പറഞ്ഞ് ഹൃദയത്തിൽ സംഗ്രഹിക്കാം. പിടിയിട്ടില്ലേ? എന്താ എനിക്കൊരവസരം കിട്ടും വട്ടം ചവിട്ടാൻ, അതും കടന്ന് മോങ്ങരുതെന്ന് പറയും നമുക്കൊരു സമാധാനം, കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉടമ്പടി നോക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. നീ ആഗ്രഹിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും മോശം
നിങ്ങൾ പറയും അത് ഇവിടെയൊക്കെ ജീവിക്കണമെങ്കിൽ പല്ലും നഖവും വേണം അച്ഛാന്ന് പറയും. അച്ഛനൊക്കെ പറയും അത് അത്തറയിലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കണമെങ്കിൽ പല്ലും നഖവും വേണമെന്ന് പറയും. പല്ലും നഖവും വെച്ചാലും കണ്ടവൻ കുറച്ച് കഴിയുമ്പോൾ ഊരിക്കൊണ്ട് പോകുന്നത്. പിന്നെ നീ മോങ്ങി തന്നെ കർത്താവിൻ്റെ അടുത്ത് തന്നെ വരേണ്ടി വരും. അഭ്യാസം കാണിക്കരുത്. മറിച്ച് കർത്താവിനെ കൊണ്ട് ഇപ്പോൾ ഈ സിമി ജോണിൻ്റെ ചരിത്രം കണ്ടില്ലേ? സിമി ജോൺ എന്താ പറയണത്? സിമി ജോൺ പറയണ ഇതാണ്, എന്നോട് എന്താണ് പറഞ്ഞത്? കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. പിന്നെന്താ പറയണത്? മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നടക്കും. എന്നിട്ട് സിമി ജോൺ പറയുന്നു, ഞാൻ ഇവിടെ നിൽക്കരുത് ഇവളിത് പറയുമ്പോഴേ അവളത് പറഞ്ഞപ്പോഴേ എനിക്ക് കറണ്ട് അടിച്ചു. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ആ സാക്ഷ്യം നോട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിവള് പറയുമ്പോൾ തന്നെ അവൾ പറയുന്ന വാക്കുണ്ട്, കർത്താവ് എന്നോട് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു, പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു ഈ തൊണ്ടയും വെച്ചാണെന്ന്. അതാണ് വിഷയം. അതായത് കർത്താവ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ കൈപിടിച്ച് നിരന്തരം നയിക്കും, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. അത് വചനത്തിൻ്റെ പ്രശ്നം, അത് നിറവേറണമെങ്കിൽ അത് വിശ്വസിക്കണം. ചിലർക്ക് ഭാഗികമായി വിശ്വസിക്കും, ചില കുറച്ച് വിശ്വസിക്കും, ചിലപ്പോൾ ഒക്കുമായിരിക്കും, ചിലവർക്കൊക്കത്തില്ലെന്ന്. അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞാൽ പിന്നെ കർത്താവ് അങ്ങയോട് അളിച്ചത കാര്യങ്ങൾ നിറവേറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഈ കുരത്തൊണ്ടയും കൊണ്ടുപോയി പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി ചെന്നപ്പോഴേ കർത്താവ് പറഞ്ഞാണ്, ഞാൻ നിന്നെ നിരന്തരം കൈപിടിച്ച് നിന്നെ നിരന്തരം നയിക്കും. ഞാൻ പരീക്ഷ ഹോളിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് തൊണ്ട പറഞ്ഞു. പിന്നെ ഇവൾ റിട്ടേൺ പരീക്ഷ ഭയങ്കര രസമാണ്. അത് എഴുതുമ്പോൾ ബബിൾസ് ഇങ്ങനെ കറുപ്പിക്കണ്ടേ? കറുപ്പിക്കുമ്പോഴുടനെ ഇവളെ കറുപ്പിക്കാൻ വേണ്ടി കറുപ്പിക്കാൻ വേണ്ടി ഉടനെ എടുത്ത് ഉരക്കാൻ വേണ്ടി പേസ്റ്റ് എടുക്കുമ്പോൾ ഈശോ പറയും, നോ 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 നോട്ട് എന്ന് പറയും. അതല്ല തെറ്റാണ്, തെറ്റായ ഉത്തരവാണ്, ഇപ്പുറത്തെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ, ഈ ദൈവത്തിൻ്റെ കാര്യം ഭയങ്കര രസമാണ്. അതായത് ഇങ്ങനെ തെറ്റായ ഉത്തരം കർപ്പിക്കാൻ പോകുമ്പോഴൊക്കെ കർത്താവ് ഇവരോട് പറഞ്ഞു കൊടുക്കും, അതല്ല മോളെ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് മൊത്തം അത് കർപ്പിച്ച് അവൾ മൊത്തം ജയിച്ച് പരീക്ഷയ്ക്ക്. അതിനാണ് പ്രസൻസ് എന്ന് പറയണത്. പ്രസൻസ് എന്താണ്? നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നീട് എന്നൊരു ഇടത്തെ വായിച്ചാൽ 21:30-21 ഐസയ ശ്രുതികട ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസൻസിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മളതുകൊണ്ട് ചെയ്യിക്കത്തില്ല ദൈവം. ഭയങ്കര സുരക്ഷിതമാണേ. ഇപ്പം നിങ്ങളൊരു മനുഷ്യൻ്റെ ഇപ്പോൾ നാളെ ഒരാൾ വരും, നിങ്ങൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ പാർട്ടിയാണ്, അയാൾക്ക് 4 ലക്ഷം കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വേറെ എടുത്താൽ പറയും, അത് കുഴപ്പമില്ല, നമുക്ക് ഇന്നയാളുടെ ഇത് മേടിക്കാമെന്ന് പറയും. പക്ഷേ അയാൾ ഭയങ്കര ലോക ബ്ലേഡാണെങ്കിൽ, നിൻ്റെ കിഡ്നി അടിച്ചുകൊണ്ട് പോണ പാർട്ടിയാണെങ്കിൽ മാതാവ് പറയും, അവൻ്റെയൊക്കെ ഇത് മേടിക്കണ്ട, ഈ വന്നാളെ ഞാൻ നിരത്തി തരാമെന്ന് പറയും. അച്ഛാ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ എപ്പോഴും നീ ഓർത്തേക്കണം, അതിനാണ് ഈ ഉടമ്പടിക്ക് ആശീർവാദം നിനക്ക് തന്നു വിട്ടിരിക്കണത്. നിനക്കെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിന്മേൽ തൊട്ട് വിശ്വാസപ്രമാണം ചെല്ലണം. എന്താണ്? കർത്താവിൻ്റെ പ്രസൻസ് നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. പ്രസൻസ് നമുക്ക് ഉടമ്പടി വാഗ്ദാനമുള്ളതാണ്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അത് മറന്നു പോകരുത്. ഈ നോട്ട് ബൈ മെറിറ്റ് പോലൊരു സംഭവമാണത്. എന്താണ്? നീ എവിടെ പോയാലും വാഗ്ദാനമാണേ, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് ഒരിക്കലും പിള്ളേർക്ക് ഇത് കൊടുത്തു വിടരുതെന്ന് പറയണത്. ഉടമ്പടിക്ക് ആശ്ചര്യം കൈമാറ്റം ചെയ്യാൻ പാടില്ല. ചില ഒരു ബോധമില്ലാത്ത ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിനാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബോധമില്ല. അവർ ചില ധ്യാനകേന്ദ്രങ്ങളിൽ, ഒരു ധ്യാനകേന്ദ്രം കേരളത്തിൽ അത്ര പ്രാധാന്യമുള്ള ധ്യാനകേന്ദ്രമല്ല, പക്ഷെ അവിടെയുള്ള ഒരു ശുശ്രൂഷകൻ്റെ പരിപാടി ഉടമ്പടിയോട് കലിയാപുളിക്ക്. അതുകൊണ്ട് ഇവർ ട്രാപ്പ് ചെയ്ത് ഇവനെ ഉടമ്പടി അവർ ധ്യാനം കുടിച്ചിട്ട് ഇവരുടെ കയ്യിലുള്ള ഈ ഉടമ്പടി കാശ് അടിച്ചു മാറ്റും. എന്നിട്ട് ഈ ബോധമില്ലാത്തത് കൊണ്ട് അവർക്ക് കൊടുത്തിട്ട് വീട്ടിൽ പോകും.
നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ഉടമ്പടിക്ക് ആശ്രയം കൈമാറും, അത്രയും നിങ്ങൾക്ക് ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളെന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾ കൂടെ ദൈവം ഉണ്ടാകത്തില്ല ഒരിക്കലും. എന്താ കാര്യം? നിങ്ങൾക്ക് ആ പ്രസൻസിനെ കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ടാണ് വല്ല കണ്ടാമൃഗങ്ങൾ ചോദിക്കുമ്പോൾ അപ്പം തന്നെ അഴിച്ചു കൊടുക്കണതിൻ്റെ കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇത് നമ്മുടെ കിടക്കയിലും ചിലർക്ക് പറയണേ, ചില പറയണേ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പെട്ടിയിൽ ഇപ്പോൾ കാശുരൂപ ഉണ്ടാകുമെന്ന് പറയും. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അവർക്കറിയാം എന്താണ് ഉടമ്പടി കാശുവെന്ന് അവർക്കറിയാം. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂടെ അമ്മയുടെ ഈ സാന്നിധ്യം, ഞാൻ അമ്മയുടെ ഉടമ്പടി ചെയ്ത് ജീവിച്ചിട്ടാണ് മരിക്കണത്. അതൊക്കെ കേൾക്കാൻ തന്നെ എന്തൊരു അഭിഷേകമാണ് ശരിക്കും. അത്രയും നമ്മുടെ ജീവിതത്തിൽ വിലപിടിപ്പുള്ളതാണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ ഞാൻ പറയും രണ്ടാമത് ഉടമ്പടി എടുക്കാൻ പറയും. പക്ഷേ ഡാമേജ് ആയെന്ന് പറഞ്ഞാൽ പറയും അതിങ്ങോട്ട് തന്നാൽ മതി, പുതിയത് അതുപോലെ തന്നെ വെഞ്ചരിച്ച് തരും. എന്താ കാര്യം? അതിന് 5 പൈസ വാങ്ങിക്കത്തുമില്ല, അത് ഫ്രീ ആണ്. കാര്യം എന്താണ്? അതിന് നമുക്ക് പണം ഇത്രയെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയും മൂല്യമുള്ളതാണത്. അതുകൊണ്ടാണ് അത് മാത്രം നമ്മൾ പൈസയുമായി യാതൊരു ബന്ധമില്ല ആ സാധനത്തിന്. അത് വളരെ സൂക്ഷിച്ച് വേണം ഉടമ്പടി ആശ്ചര്യങ്ങളും എൻ്റെ മക്കൾ കൈകാര്യം ചെയ്യാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ചോദിച്ചു, നീ എന്തു കാണുന്നു? അപ്പോൾ ഇയാളൊരു സ്വപ്നം ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂതൻ ഇവനോട് ചോദിക്കും, വാട്ട് യു ആർ സീയിങ്? എന്താണ് നീ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ സക്കറിയ പ്രവാചകനാണ്. ഞാൻ പറഞ്ഞു സക്കറിയ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും ഓരോന്നിനും മുകളിൽ 7 ദലങ്ങൾ കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷങ്ങള്. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭോ എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭോ. ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ വിഷയം എന്ന് പറയണത് ഈ മിനോറ വെളിച്ചത്തിൻ്റെ 7 ദീപങ്ങൾ, അത് യഹോവയുടെ 7 കണ്ണുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുണ്ടെന്നല്ല അർത്ഥം, എല്ലാം കാണുന്നയാളാണ്. അപ്പം നീ ഇവിടെ വരുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളെയും ദൈവം കാണുന്നു എന്നുള്ളതാണ് വിളക്ക് കത്തിക്കണത്. പക്ഷേ എപ്പോഴും ഓർത്തേക്കണം, എനിക്ക് എല്ലാത്തിനും ആഴമായ അർത്ഥങ്ങളാണ് ഉള്ളത്. വിളക്ക് തെളിക്കുമ്പോൾ തന്നെ ഓർക്കുക, അത് ദൈവത്തിൻ്റെ കണ്ണ് പോലെയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ അകവും പുറവും നിൻ്റെ മരണം വരെ നിത്യത വരെ ദൈവം കാണുന്നതിൻ്റെ മുമ്പിലാണ് നീ ഉടമ്പടി ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? എന്നിട്ട് പറയുന്നത്, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്തു. എന്താണ്? സൈന്യബലത്താലല്ല കരബലത്താലല്ല പിന്നെന്താലുമല്ല എൻ്റെ ആത്മാവിനാലാണെന്ന്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് കഴിവ് കൊണ്ടല്ല, സൈന്യങ്ങളുടെ ബലം കൊണ്ടല്ല, പിന്നെ എന്താണ്? എൻ്റെ ആത്മാവിന്. അതായത് നീ ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിന്നോട് പറയുന്നത് എന്താണ്? രണ്ട് ഒലിവ് മരങ്ങളെന്നാണ് പറയണത്. അത് പഴയ നിയമത്തിൽ ഒലിവ് മരമാണ്, പക്ഷേ നമ്മുടെ മരിയൻ ഉടമ്പടിയല്ലേ. പഴയ നിയമത്തിലെ ഒലിവ് മരങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ജോഷുവായും ഒന്ന് സെറുബാബേലുമാണ്. ഇപ്പോൾ ഈ മെനോറ ലൈറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഒലിവ് മരങ്ങൾ നിൽക്കണില്ലേ? അത് പഴയ നിയമത്തിൽ ആ ഒലിവ് മരങ്ങളെ കാണിച്ചിരിക്കുന്നത് ഒന്ന് ജോഷുവായാണ്. എന്നുവെച്ചാൽ ജോഷുവായാണ് വാഗ്ദാന പേടകത്തിൽ മോസസ് പോയാലും പോകാതെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ആളാണ് ജോഷുവ. ആധ്യാത്മിക നിറവിൻ്റെ ആളുരൂപമായിട്ടാണ് പഴയ നിയമത്തിൽ ജോഷുവയെ അവതരിപ്പിക്കുന്നത്. അഭിഷിക്തൻ, അതായത് 2 അഭിഷിക്തരാണെന്ന് വെച്ചാൽ എണ്ണ കൊണ്ട് കർത്താവിൻ്റെ ശക്തി നേടിയ ആളാണ്. അതാണ് എണ്ണ കൊണ്ട് ശക്തി നേടുകയാണ്. നീ ഇവിടെ ചെയ്യണത് എന്താണ്? നിൻ്റെ കയ്യിലുള്ള എണ്ണ എടുത്തിട്ട് അവിടെ ആ ദീപം തെളിക്കും. ഈ ദീപത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് 2 എണ്ണ കൊണ്ട് ശക്തി നേടിയ ആൾക്കാർ നിൽക്കണത്.
എന്തൊക്കെയാണ്? അഭിഷിക്തർ എന്നാണ് വിളിക്കണത്. അഭിഷിക്തർ ഒന്ന് ജോഷുവയാണ്, ആധ്യാത്മിക ബലം നേടുന്നയാളാണ്. എണ്ണ കൊണ്ട് ആധ്യാത്മിക ബലം, ജോഷുവയെ മോസസ് അഭിഷേകം ചെയ്യുമ്പോൾ എണ്ണ കൊണ്ട് അവൻ ആധ്യാത്മിക ബലം നേടുകയാണ്. ഉടമ്പടിയോടുകൂടി നീ ആധ്യാത്മിക ബലം നേടുമെന്നാണ് നിന്നോട് പറയണത്. മനസ്സിലായ? രണ്ടാമത്തെ എന്താണ്? സെറുബാബേലാണ്. ഈ സെറുബാബേൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ? സെറുബാബേൽ എന്ന് പറയണത് ശരിക്കും ഇദ്ദേഹം ജനിക്കണത് ബാബിലോണിലാണ്. നബൂഖദ്നേസറിൻ്റെ കാലത്ത് ഈ ഇസ്രായേൽക്കാരെ മുഴുവനും നശിപ്പിച്ച് തോൽപ്പിച്ച് പിടിച്ചുകൊണ്ട് പോകും. യൂദയ രാജ്യം യോവാക്കീമിൻ്റെ കാലത്ത് തീരും. യൂദയ അസ്തമിക്കും. യൂദയ അസ്തമിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇവർ പിടിച്ചുകൊണ്ട് ബാബിലോണിൽ കൊണ്ടുപോകും. ബാബിലോണിൽ വെച്ച് യോവാക്കിൻ രാജാവിൻ്റെ പേരക്കിടാവായിട്ടാണ് ഈ സെറുബാബേൽ ജനിക്കണത്. സെറുബാബേലാണ് ഇവരെ മടക്കിക്കൊണ്ട് വരണത്. അതാണ് സെറുബാബേലിനെ കാണിക്കണത്. സക്കറിയായുടെ ദർശനമാണ്. സെറുബാബേൽ ഈ ക്യാപ്റ്റിവിറ്റിയിൽ, അതായത് ബാബിലോൺ വിപ്രവാസത്തിൽ പോയ മുഴുവനും ജനതയെ യഹോവയുടെ നാമത്തിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണതാണ്. തിരിച്ചു വിളിച്ചുകൊണ്ട് ജെറുസലേമിൽ കൊണ്ടുവന്നിട്ട് പുതിയ ദേവാലയം പണിയണത് ആരാണ്? സെറുബാബേലാണ്. അതാണ് കർത്താവ് സെറുബാബേലിനോട് പറഞ്ഞു, നീ എല്ലാം പണിയും, നീ എല്ലാം നഷ്ടപ്പെടല്ല, നീ തിരികെ കൊണ്ടുവരും. അതെന്താണ്? സൈന്യബലത്താലല്ല, അതെന്താണ്? കരബലത്താലല്ല, പിന്നെയോ കർത്താവിൻ്റെ ആത്മാവിനാൽ. മരിയൻ ഉടമ്പടി വരുമ്പോൾ ഈ ഒലിവ് മരങ്ങൾ മാറും. എന്താണ്? ജോഷുവയ്ക്ക് പകരമാണ് അമ്മ വരണത്, സെറുബാബേലിന് പകരമാണ് ഈശോ വരണത്. അതാണ് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഞാൻ ആദ്യം കൊണ്ടുപോയി അമ്മയെടുത്ത് കൊടുത്തിട്ട് പിന്നെ ഈശോ എടുത്ത് കൊടുക്കും. എന്താ പറയണത്? ഇനി മുന്നോട്ട് പോയിക്കൊള്ളൂ, വർക്ക് ചെയ്യാൻ പോണത് നിങ്ങളുടെ ബലത്താലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഒരു ബ്ലെസ്സിങ് ചെയ്ത് കൊടുക്കും. 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. എന്താ കാര്യം? ഞാനല്ലല്ലോ പ്രവർത്തിക്കണത്. ഞാനാണ് പ്രവർത്തിക്കണമെങ്കിൽ വേണമെങ്കിൽ 5 മണിക്കൂർ നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. പക്ഷേ പ്രവർത്തിക്കുന്നത് ആരാണ്? അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഈ ഒരു ദിവസത്തേക്ക് നമ്മളെ ദൈവം വിളിച്ചൊരു നന്ദി പറയണം. അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ ആലയത്തേക്ക് വന്നവരുണ്ട്, ഇനി ഏറെ താമസിച്ച് ഇവിടുന്ന് പോകാൻ പോകുന്നവരുണ്ട്. ഏറെ വന്നിരിക്കുന്ന സ്ഥലം കർത്താവാണ് നിന്നെ വിളിച്ചതെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മാത്രം മതി. ഇന്നത്തെ സുവിശേഷത്തിലൂടെ അനേകം കാര്യങ്ങൾ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. മാനുഷികമായ ജീവിതത്തെ സമീപിക്കരുത്, ദൈവത്തിൻ്റെ ശക്തിയോട് സമീപിക്കണം, അതിന് വിശുദ്ധിയോട് ജീവിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കൈകളെ ഇടനെഞ്ചിൽ വെച്ചിട്ട് വലത് കരങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് നമുക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ രോഗങ്ങൾ, ഇതൊരു അസുലഭമായൊരു സമയമാണ്. കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ, എൻ്റെ മനസ്സിൽ തോന്നിച്ചതുപോലെയാണ് നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇടത് നെഞ്ചിലും വലത് കരം നിൻ്റെ ശിരസ്സിലും, നിൻ്റെ മുഴുവൻ ശരീരം, ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ഈ സമയത്ത് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. നീ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നീ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നീ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല, മറിച്ച് നിന്നോടുള്ള സ്നേഹത്താൽ നിൻ്റെ ദൈവം തൻ്റെ അടുത്തേക്ക് നിന്നെ വിളിച്ചതാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിൻ്റെ വിഷയത്തിൻ്റെ മേലെ കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്ന ദൈവികമായ നിമിഷങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഒരു വാക്ക് മതി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഒരു വാക്കു മതി, എനിക്കതു മതി, ഒരു വാക്കു മതി, എനിക്കതു മതി, ഒരു വാക്കു മതി, എനിക്കതു മതി, ഒരു വാക്കു മതി, എനിക്കതു മതി. വീണ്ടും ശിരസിൽ കൈവെക്കുക, ഇടത് കൈ ഇടനെഞ്ചിൽ വെക്കുക. കർത്താവിൻ്റെ അനുഗ്രഹം ചൊരിയുന്ന സമയമാണ്. അമ്മേ,
പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി എടുത്ത മക്കള്, ഉടമ്പടി എടുക്കാൻ പോകുന്ന മക്കള്, ഉടമ്പടി ജീവിക്കുന്ന മക്കള്, കണ്ണുനീരോടെ കർത്താവിന്റെ ദിവസം ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുന്ന അമ്മേ, ഓരോ മകനെയും മകളെയും തൊടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അടിപ്പട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം മക്കളിലേക്ക് ഇടിച്ചിറങ്ങട്ടെ. ആന്തരിക അവയവങ്ങള്, രോഗബാധിതമായ അവയവങ്ങള്, അവയവങ്ങള്, തലച്ചോറുകൾ, സൂക്ഷ്മ ഞരമ്പുകൾ ബ്ലോക്ക് വന്നിരിക്കുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ ശ്വാസനാളങ്ങൾ, അതുപോലെ തന്നെ തൊണ്ടകൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, അതുപോലെ തന്നെ കർത്താവ് തൈറോയിഡ് രോഗങ്ങൾ നശിക്കുന്നുണ്ട്. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അണിപ്പെടുതാർന്ന അത്ഭുതകരം ഓരോ നടുവിനും വെക്കണമേ. കിഡ്നി രോഗികൾ ഈ നിമിഷം സുഖപ്പെടട്ടെ. കിഡ്നി രോഗികൾ ഈ നിമിഷം സുഖപ്പെടട്ടെ. കിഡ്നി രോഗികൾ ഈ നിമിഷം സുഖപ്പെടട്ടെ. കർത്താവിൻ്റെ കരങ്ങളെ ഇടത് നെഞ്ചിൽ വെക്കട്ടെ. ഹൃദയ രോഗികളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളെ ഇടത് നെഞ്ചിൽ വെക്കട്ടെ. ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. പതിരകളെ സ്പർശിക്കണമേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ. കർത്താവ് ശ്വാസം മുട്ടുള്ളവരെ, ശ്വാസ തടസ്സമുള്ളവരെ, ശ്വാസം മുട്ടുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഓക്സിജൻ ലഭിക്കാത്തവരെ, ഓക്സിജൻ സാച്ചുറേഷൻ ഉള്ളവരെ എല്ലാവരെയും കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ കർത്താവിൻ്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. വലതുകരം നടുവിൽ വെച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഉദരരോഗങ്ങൾ കർത്താവിന്റെ നാമത്തിലെ കർത്താവെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കരുണ മക്കളെ ചൊരിയണമേ. ഉദരരോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, കർത്താവ് മക്കളില്ലാത്തവര്, അണ്ടാശയ രോഗങ്ങള്, അണ്ടാശയത്തിൽ സിസ്റ്റ്, ഗർഭാശയത്തിൽ സിസ്റ്റ്, കർത്താവ് ഗർഭാശയം ചുരുങ്ങിപ്പോയവര്, ഗർഭാശയത്തിൻ്റെ ഭിത്തികൾ നനുത്തതായിട്ടുള്ളത്, നേർമ്മയായിട്ടുള്ളത്, കുഞ്ഞുങ്ങൾ ഗർഭം ധരിക്കാൻ പറ്റാത്ത ഗർഭാശയങ്ങളെ സ്പർശിക്കണത് പ്രാർത്ഥിക്കുന്നു. അണ്ടബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ദമ്പതിമാരെ അവരെ സ്പർശിക്കണത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവികമായ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സർട്ടിഫിക്കറ്റുകളിൽ വിത്ത് ഹെൽഡായി പോയിട്ടുള്ളവര്, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവര്, പരീക്ഷ കഴിഞ്ഞവര്, തൊക്കൊന്ന് ഭീതിയുള്ളവര്, ജയിക്കാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരെയും, വ്യത്യസ്തങ്ങളായ വിദേശ ജോലികൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലെ ഓരോരോ ഘട്ടങ്ങളിലെ ഹെൽഡപ്പായി പോയിട്ടുള്ളവരെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വീട്, ജോലി, സ്ഥലങ്ങൾ, സ്ഥലസംബന്ധ വിഷയങ്ങൾ, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകൾ, എല്ലാ വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇട്ടുമുഴക്കുമ്പോൾ മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്തൃതിരുസന്നിധിയിൽ മൗനമായി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വിഷയങ്ങൾ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും മുട്ടിൽ നിന്ന് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ആരാധന 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും